റെട്രോ കാർത്തിക് സുബ്രാജ് പടം. എൻ്റെ സുബണ്ണ, ഇതെന്ത് അവിയൽ കഥയാണ് നിങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. സൂര്യണ്ണ ആസ് യൂഷ്വൽ പുള്ളി കഷ്ടപ്പെട്ട് പണിയെടുക്കും, പക്ഷേ റിസൾട്ട് വരുമ്പോൾ സിനിമ ഒരു ദുരന്തമായി പോകും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ലവ്, ലാഫ്റ്റർ ആൻഡ് വാർ, ഈ 3 തീമാണ് സിനിമ മെയിനായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതിൽ ലവ് പോർഷൻ മാത്രം അത്ര കാര്യമായി പ്രസൻറ്റ് ചെയ്ത് പോകുന്നില്ല. സൂര്യണ്ണനെയും പൂജ ഹെഡ്ജിനെ എങ്ങനെയൊക്കെയോ സുബണ്ണൻ അങ്ങ് ഒന്നിപ്പിക്കുകയാണ്. പിന്നെ ബാക്കി വരുന്ന ലാഫ്റ്റർ ആൻഡ് വാർ ആണ് സിനിമ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വേറെയും കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരു കാര്യമില്ലാതെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ സൂര്യയ്ക്കൊരു പ്രശ്നമുണ്ട്, പുള്ളി ചിരിക്കില്ല, അല്ലെങ്കിൽ പുള്ളിക്ക് ചിരി വരത്തില്ല. ഫസ്റ്റ് ഹാഫ് ലിറ്ററലി പുള്ളിനെ ചിരിപ്പിക്കാനുള്ള പ്ലോട്ട് സെറ്റ് ചെയ്യുകയാണ്. ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ കാണുന്ന ക്യാരക്ടേഴ്സിൻ്റെ സീരിയസ്നെസ്സും ഡെപ്തും ഒന്നും തന്നെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റില്ല. ജോജു ജോർജിൻ്റേതൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പുള്ളി സൂര്യയുടെ വളർത്തച്ഛൻ ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ജോജു ഒരു കൊടൂര വില്ലനായി വന്നിട്ട് അവസാനം സെക്കൻഡ് ഹാഫിൽ താനോസിൻ്റെ കൈയടിച്ച് മാറ്റി ഒരു കോമാളി ക്യാരക്ടറായിട്ട് മാറുന്നുണ്ട്. അതുപോലെ ജയറാം ഇതിലൊരു ലാഫ് ഡോക്ടറാണ്. ബേസിക്കലി മറ്റുള്ളവരെ ചിരിപ്പിക്കുക, അതാണ് പുള്ളിയുടെ ജോലി. ജയറാമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഹാഫ് ഉറങ്ങിക്കിടന്ന തിയേറ്ററിൽ ഒന്ന് അനക്കം വെച്ചത് ജയറാം വന്നപ്പോഴായിരുന്നു. ഇതിൽ എനിക്ക് സൂര്യ കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ പൂജ ഹെഡ്ജിൻ്റേതാണ്. നല്ല വൃത്തിക്ക് പുള്ളിക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് കഥ, തിരക്കഥ, സംഭാഷണം ആൻഡ് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ ലിറ്ററലി ഒരു ലോ കോസ്റ്റ് ഗ്ലാഡിയേറ്റർ എടുത്തു വെച്ചു എന്ന് വേണം പറയാൻ. സെക്കൻഡ് ഹാഫിൽ 2 റബ്ബറോളി വില്ലന്മാരുണ്ട്, ഒരു തന്തയും തന്തയേക്കാൾ മോശമായ ഒരു അഴുക്കച്ചെറുക്കനും. ആൻഡമാനിലാണ് കഥ മെയിനായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. കാർത്തിക് സുബ്രാജിൻ്റെ ജിഗർദണ്ഡ ഡബിൾ എക്സിലേതുപോലെ തന്നെ ഇവിടെയും ആ ഒരു ഒപ്രഷൻ്റെ കഥയാണ് പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഈ റബ്ബറോളി വില്ലന്മാർ, അതായത് അവർ രാജാക്കന്മാരാണ്. ആൻഡ് അവർ ഈ അവിടുത്തെ ജനങ്ങളെ, അതായത് ലോവർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആ ജനങ്ങളെ വെച്ചിട്ട് ഗ്ലാഡിയേറ്റർ പരിപാടി നടത്തുകയാണ്. അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെയാണ് പുള്ളി സെക്കൻഡ് ഹാഫിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആയില്ല. പടത്തിൽ എവിടെയും ഒരു ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് കാർത്തിക് സുബ്രാജിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി സിനിമയുടെ പോസിറ്റീവ് സൈഡ് അതിൻ്റെ ടെക്നിക്കൽ സൈഡാണ്. ഫസ്റ്റ് ഹാഫിലൊരു സിംഗിൾ ഷോട്ട് സീനുണ്ട്, അത് കിട്ടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സന്തോഷ് നാരായണനാണ് സിനിമയുടെ മ്യൂസിക് ആൻഡ് സ്കോറിങ്. കിട്ടിലം BGM, എസ്പെഷ്യലി ആ ലൂസ് യുവർ എഫിങ് മൈൻഡ്, അതിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് BGM ആയിട്ട് മാറിയിരിക്കുകയാണ്. പാട്ടുകളെല്ലാം സ്ഥിരം കാർത്തിക് സുബ്രാജ് പടത്തിലുള്ളതുപോലെ തന്നെ ഒരു ക്ലാസ് ടച്ചുള്ള പാട്ടുകളായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഫൈറ്റ് കൊറിയോഗ്രഫിയാണ്. ചിലയിടത്ത് ഫൈറ്റും BGM നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി, പക്ഷേ ചില പോയിന്റിൽ ഫൈറ്റ് അത്ര സെറ്റപ്പായി വന്നില്ല. സോ ഓവറോൾ സൂര്യനെ തിരിച്ചു കൊണ്ടുവരാൻ സൂര്യണ്ണനെ കൊണ്ട് തന്നെ പൈസ മുടക്കിപ്പിച്ചിട്ട് അവസാനം പാവം അങ്ങേരുടെ പൈസ കളഞ്ഞ് വന്ന വണ്ടിക്ക് സൂര്യണ്ണനെ തിരിച്ചു വിട്ട ഒരു കാർത്തിക് സുബ്രാജ് പണ്ണലാണ് റെട്രോ. ആ സ്ക്രിപ്റ്റിലും ക്യാരക്ടറിലും ഒക്കെ മര്യാദയ്ക്ക് വർക്ക് ചെയ്തിരുന്ന നല്ല മാസ് സ്കെയിലിൽ വരേണ്ട പടത്തിനെ സുബുവണ്ണൻ തന്നെ കൊണ്ടുപോയി തൊലച്ചു കളഞ്ഞു. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഈ കൊച്ചു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടുതൽ മൂവീസ് ആൻഡ് ഗെയിമിംഗ് കണ്ടന്റ്സിനായി വാട്സ്ആപ്പ് വീക്കെൻഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗുഡ് ബൈ.